ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡൈകാസ്റ്റ് മോഡൽ മാർക്ക് 5 ടൊയോട്ട സൂപ്രയാണ്. 2002 ഐക്കോണിക് ആയിട്ടുള്ള മാർക്ക് 4 ടൊയോട്ട സൂപ്ര പ്രൊഡക്ഷൻ നിർത്തിയതിന് ശേഷം 2019 ടൊയോട്ടയും BMW കൂടി ചേർന്നിട്ട് ഇറക്കിയ ഒരു മോഡലാണ് മാർക്ക് 5 ടൊയോട്ട സൂപ്ര. ഈ ഒരു കാറിൽ ടൊയോട്ടയുടെ ബാഡ്ജിങ് ഒഴികെ ബാക്കിയൊന്നും ടൊയോട്ടയുടെ അല്ല, ഫുള്ളി BMW മെയ്ഡ് ചെയ്ത് ഇറക്കുന്ന ഒരു കാറാണ്. ഇതിപ്പോൾ സോളിഡോ എന്നുള്ള ബ്രാൻഡിൻ്റെ 1:18 റേഷ്യയിൽ വരുന്ന ഒരു ഡൈകാസ്റ്റ് മോഡലാണ്. അപ്പോൾ സാധാരണ സോളിഡോയുടെ ഒരു സ്റ്റാൻഡേർഡ് പാക്കേജിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്കിവിടെ കാണാം. ഓക്കെ, ഇനി നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇങ്ങനെയാണ് ഈ കാർ വരുന്നത്. നല്ലൊരു ക്വാളിറ്റി കാസ്റ്റിംഗ് ആണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ മോഡൽ GR സൂപ്പറാണ്, അതായത് ഗ്യാസോ റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടൊയോട്ടയുടെ സ്പോർട്സ് എഡിഷനിൽ ബിൽഡ് ചെയ്തിട്ടുള്ള കാറാണ്. അപ്പോൾ അതിന് ചെറുതായിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിൽ വിങ്ങും ഇതൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാർ ഈ കേജിൽ നിന്ന് പുറത്ത് കിട്ടണം. അപ്പോൾ എങ്ങനെയാണ് ഈ കാറ് വരുന്നത്? നമുക്ക് ഈ കാറിന് സെക്യൂറാക്കി വയ്ക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു ടാഗ് നമുക്ക് റിമൂവ് ചെയ്യാം. മാർക്ക് 5 ടൊയോട്ട സൂപ്ര എന്ന് പറയുന്നത് BMW C4 കുറേ അധികം സിമിലാരിറ്റി ഉള്ള ഒരു കാറാണ്. കാരണം ഇതിൻ്റെ പ്ലാറ്റ്ഫോം, എൻജിൻസ്, അതുമാതിരി തന്നെ ഗിയർ ബോക്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ BMW C4 ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാറിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. സോളിഡോ ഈ കാറിന് നല്ലൊരു എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ആ LEDസും കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ടൊയോട്ടയുടെ ഒരു ബാഡ്ജ് കാണാം. അതുപോലെ തന്നെ ബോഡി ലൈൻസ് എല്ലാം വളരെയധികം ഷാർപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു സ്പ്ലിറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ല്, എയർ വെൻറ്റ്, ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 വൈപ്പേഴ്സ് കാണാം. അതുപോലെ തന്നെ സൈഡ് വ്യൂ നോക്കുകയാണെന്ന് വെച്ചാൽ വീൽസ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീൽ പാറ്റേൺ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് കാലിപ്പറിൽ സൂപ്പർ എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നോക്കുകയെന്ന് വെച്ചാൽ ഇത് ഈ എയറോ, അതും വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിറർ കാണാം. പിന്നെ റൂഫ് പാർട്ട് നോക്കുകയെന്ന് വെച്ചാൽ സൂപ്പറിൽ വരുന്ന മാതിരി തന്നെ ഒരു സ്കൂപ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ഉണ്ട്, അതും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ റിയർ ഭാഗത്ത് വരുവാണെങ്കിൽ നമുക്ക് കാണാം ഇതിൽ GR സൂപ്ര എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിങ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് GR എഡിഷന് മാത്രം വരുന്നതാണ് ഈ വിങ്. അതുമാതിരി തന്നെ ഒരു ഡ്യുവൽ ആയിട്ടുള്ള എക്സോസ്റ്റ് ടിപ്പ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റിയർ ഭാഗത്തെ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത്. ഓവറോൾ പറയുകയാണെന്നുവെച്ചെങ്കിൽ നല്ലൊരു എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ് ഈ കാറിന് വന്നിട്ടുണ്ട്. കാണാനും വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാറിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ കാറിൻ്റെ ഡോർസ് എല്ലാം ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, ഇൻറ്റീരിയറിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ടൊയോട്ടയുടെ ഒരു ബാഡ്ജോട് കൂട്ടിയിട്ടുള്ള ഒരു സ്റ്റിയറിങ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗിയർ ഷിഫ്റ്റ് നോബ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു LCD ഡിസ്പ്ലേ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡാഷ്ബോർഡെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 2 സീറ്റ്സ് വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡോർസ് നോക്കുവാണെങ്കിൽ ഡോർസിലും അതുപോലെ തന്നെ ഡീറ്റെയിലിങ് വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം സ്പീക്കേഴ്സ്, ഡോർ ഹാൻഡിൽസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിലിങ്ങും ഡോർസിൻ്റെ ഈ കാറിൽ കൊടുത്തിട്ടുണ്ട്.
get down.